ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന LGS മാരത്തോൺ ഡേ 2024 100 ഡേയ്സ് ചലഞ്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ LGSന്റെ ഓൺലൈൻ ക്ലാസിന്റെ പേര്. സുഹൃത്തുക്കൾ എല്ലാവരും ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തോളണേ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത സുഹൃത്തുക്കളെ ഒന്ന് ജോയിൻ ചെയ്യുക. ഇവിടെ പറയാത്ത കുറച്ച് വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും സുസ്വാഗതം നമ്മുടെ ഏറ്റവും പുതിയ LGS മാരത്തോൺ 2024ലേക്ക്. ഇനി നമുക്ക് നോക്കാനുള്ളത് 2024 LGSന്റെ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ എന്ത് ചെയ്യണം, നമ്മുടെ LGS പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ മുമ്പിൽ ഏകദേശം 100 ദിവസമുണ്ട്. ഈ 100 ദിവസം കൊണ്ട് സുഖമായിട്ട് നമുക്ക് 2024 LGS ക്ലിയർ കട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ആഴ്ചയും സൺഡേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ്. അത് നമ്മൾ തിങ്കൾ മുതൽ ശനി വരെ പഠിച്ചിട്ടുള്ള മുഴുവൻ പോയിന്റ്സും ചേർത്തുകൊണ്ട് ഒരു മോക്ക് ടെസ്റ്റ് കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവരും LGS റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അപ്പൊ നമുക്ക് സമയം കളയണ്ട. ഇന്ന് എന്താണ് പഠിക്കാനുള്ളത്? ആദ്യമായി നമുക്ക് പഠിക്കുവാനുള്ളത് അയ്യങ്കാളിയെ പറ്റിയാണ്. അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് മാസം 28-ാം തീയതി. സുഹൃത്തുക്കൾ കൃത്യമായി ഓർക്കുക, 1863 ഓഗസ്റ്റ് മാസം 28-ാം തീയതിയാണ് അയ്യങ്കാളി ജനിച്ചത്. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം മറക്കരുത്, വെങ്ങാനൂര്. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെങ്ങാനൂരാണ്. അയ്യങ്കാളിയുടെ ജന്മഗ്രഹം അറിയപ്പെടുന്ന പേരാണ് പ്ലാവത്തറ വീട്. എന്ത് പേരല്ല അറിയപ്പെടുന്നത്? പ്ലാവത്തറ വീട്. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം അറിയപ്പെടുന്ന പേരാണ് പ്ലാവത്തറ വീട്. അയ്യങ്കാളി അന്തരിച്ച വർഷം 1941 ജൂൺ മാസം 18-ാം തീയതി. അദ്ദേഹം അന്തരിച്ച വർഷം എത്രയാണ്? 1941 ജൂൺ മാസം 18-ാം തീയതി. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തി അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിതമായ വർഷം 1907. മറക്കരുത്, 1907 അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത്. പുലയരാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അയ്യങ്കാളി. പുലയരാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിൽ നേതാവ് എന്നറിയപ്പെട്ടത് അയ്യങ്കാളി. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിൽ നേതാവ് എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയ്യങ്കാളിയാണ്. ശ്രീമൂലം പ്രചാര സഭയിൽ, എവിടെയാണോ ശ്രീമൂലം പ്രചാര സഭയിൽ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഹരിജനായ വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയ്യങ്കാളിയാണ്. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയാണ്. LGS LDC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന സുഹൃത്തുക്കൾ കൃത്യമായി ഈ പോയിന്റ് പഠിച്ചിരിക്കണം. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയായിരുന്നു. പുലയ മഹാരാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച വ്യക്തി മഹാത്മാഗാന്ധിജിയാണ്. പുലയ മഹാരാജാവ് അല്ലെങ്കിൽ പുലയ രാജ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ അയ്യങ്കാളിയാണ്. അങ്ങനെ പറഞ്ഞതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാത്മാഗാന്ധിജിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. ഇങ്ങനെ വിശേഷിപ്പിച്ച വ്യക്തിയുടെ പേര് മറക്കരുത്, ഇന്ദിരാഗാന്ധി. അപ്പോ ഇന്ദിരാഗാന്ധി നമ്മുടെ അയ്യങ്കാളിയെ എന്താണ് വിളിച്ചത്? ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ EK നയനാരായിരുന്നു അയ്യങ്കാളിയെ പറ്റി ഇങ്ങനെ പറഞ്ഞത്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അദ്ദേഹം. ആരാണ് ആ വ്യക്തി? അയ്യങ്കാളി. അങ്ങനെ ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മുടെ EK നയനാരായിരുന്നു. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് അയ്യങ്കാളി നടത്തിയ പ്രധാന സമരങ്ങളാണ്. അദ്ദേഹത്തിന്റെ എല്ലാ സമരങ്ങളും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. വില്ലുവണ്ടി സമരം വർഷം 1893. വർഷം ചേർത്ത് തന്നെ പഠിക്കുക. അയ്യങ്കാളി നടത്തിയ വില്ലുവണ്ടി സമരം നടന്ന വർഷം 1893. അയ്യങ്കാളി നടത്തിയ നെടുമങ്ങാട് ചന്തലഹള നടന്ന വർഷം 1912. നെടുമങ്ങാട് ചന്തലഹള നടന്ന വർഷം 1912. കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് അയ്യങ്കാളി. മറക്കരുത്, കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയ്യങ്കാളി. കല്ലുമാല പ്രക്ഷോഭം അല്ലെങ്കിൽ അവൻ അറിയുന്ന മറ്റൊരു പേരാണ് പെരിനാട് ലഹള. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? പെരിനാട് ലഹള. നടന്ന വർഷം ചോദിച്ചാൽ 1915. എന്തുകൊണ്ടാണ് കല്ലുമാല സമരത്തെ പെരിനാട് ലഹള എന്ന് പറയുന്നതിന് കാരണം ചോദിച്ചു കഴിഞ്ഞാല്
കൊല്ലം ജില്ലയിലെ പെരിനാട് വെച്ചാണ് കല്ലുമാല സമരം നടക്കുന്നത്. അതുകൊണ്ടാണ് പെരിനാട് ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ നിന്നും കേരള PSC പെരിനാട് ലഹള എന്ന് അറിയപ്പെടുന്ന സമരം എന്ന് ചോദിച്ചിട്ടുണ്ട്. കല്ലുമാല സമരമാണ്. നടന്ന വർഷം കൂടി ഒന്ന് പഠിച്ചോളുക, 1915. അയ്യങ്കാളിയുടെ പ്രധാന സമരങ്ങളുടെ വർഷങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് 90-ാം ആണ്ടു ലഹള, അല്ലെങ്കിൽ അവന് മറ്റു പേരുകളുണ്ട്, അതും PSC ചോദിക്കാറുണ്ട്. ഊരൂട്ടമ്പലം ലഹള, എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഊരൂട്ടമ്പലം ലഹള അല്ലെങ്കിൽ പുലയ ലഹള. അപ്പൊ 90-ാം ആണ്ടു ലഹള എന്നറിയപ്പെടുന്നു, ഊരൂട്ടമ്പല ലഹള എന്നറിയപ്പെടുന്നു, പുലയ ലഹള എന്നറിയപ്പെടുന്നു. ഇതൊക്കെ നടന്ന വർഷം, അല്ലെങ്കിൽ ഇവന്മാര് 3 പേരും ഒരാളാണ്. ഇത് നടന്ന വർഷം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1915 ആണ്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി നമുക്കൊരു കോഡിലൂടെ ഇവനെ അങ്ങ് പഠിച്ചു കളയാം. നമുക്ക് നോക്കാം. അയ്യന്റെ 93 വില്ലുമായി 12 ചന്തകളിലെത്തിയ 15 പേർ കല്ലുകൊണ്ട് 90 പേരെ എറിഞ്ഞു. പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ സുഹൃത്തുക്കളെ? ഒരു 5-6 തവണ നിങ്ങൾ ഇതങ്ങ് വായിച്ചു വെക്കുക. അയ്യന്റെ 93 വില്ലുമായി 12 ചന്തകളിലെത്തിയ 15 പേർ കല്ലുകൊണ്ട് 90 പേരെ എറിഞ്ഞു. അവിടെ കഴിഞ്ഞു. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ലഹളകളെല്ലാം അവിടെ കഴിഞ്ഞിരിക്കുന്നു. വിത്ത് വർഷം നമുക്ക് അവിടെ കിട്ടും. നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അയ്യന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യങ്കാളിയുടെ, അയ്യന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യങ്കാളി. 93 വില്ലുമായി എന്ന് പറഞ്ഞാൽ 1893 വില്ലുമണ്ടി സമരം മറക്കല്ലേ. 1893 വില്ലുമണ്ടി സമരത്തിനെ നമ്മൾ സൂചിപ്പിക്കുന്നതാണ് 93 വില്ലുമായി. 12 ചന്തകളിലേക്ക് നെടുമങ്ങാട് ചന്തലകള വർഷം 1912. 12 ചന്തകളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നെടുമങ്ങാട് ചന്തലഹള വർഷം 1912. 15 പേർ കല്ലുകൊണ്ട് 90 പേരെ എറിഞ്ഞു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുമാല സമരം. 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90-ാം ആണ്ട് ലഹള മറക്കരുത്. കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കല്ലുമാല സമരം. 90 പേരെ എറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 90-ാം ആണ്ട് ലഹള നടന്ന വർഷമാണ്. 15 പേർ എന്ന് പറയുന്നത് അതുകൊണ്ട് 1915. കൺഫ്യൂഷൻ വേണ്ട. 15 പേരെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് 1915 സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കല്ലുകൊണ്ട് 90 പേരെ എറിഞ്ഞു എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത് എന്താണ്? കല്ലുമാല സമരം 90-ാം ആണ്ട് ലഹളയും സൂചിപ്പിക്കുന്നു. പുലയ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച വർഷം ചോദിച്ചാൽ 1905. അയ്യങ്കാളി ശ്രീമൂലം പ്രചാര സഭയിൽ അംഗമായ വർഷം 1911. മറക്കല്ലേ. അയ്യങ്കാളി ശ്രീമൂലം പ്രചാര സഭയിൽ അംഗമായ വർഷം ചോദിച്ചാൽ 1911. ഏകദേശം 28 വർഷത്തോളം അദ്ദേഹം ശ്രീമൂലം പ്രചാര സഭയിൽ അംഗമായി ഉണ്ടായിരുന്നു. അതുകൂടി സുഹൃത്തുക്കൾ എന്ന് ഓർക്കുക. അയ്യങ്കാളി ശ്രീമൂലം പ്രചാര സഭയിൽ അംഗമായ വർഷം 1911. ഏകദേശം 28ഓളം വർഷം അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? ശ്രീമൂലം പ്രചാര സഭയുടെ ഭാഗമായിരുന്നു. ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം 1937. എത്രയാണ് വർഷം? 1937 ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടുന്നു. ഇനി നമുക്ക് നോക്കുന്നത് അയ്യങ്കാളിയുടെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. ഞാനിതാ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. ഓപ്ഷനിൽ ശ്രീനാരായണ ഗുരു കാണും. അതുകൊണ്ട് സുഹൃത്തുക്കളെ തെറ്റരുത്. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? അയ്യങ്കാളിയും. അതുപോലെ ഞാനിതാ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? അത് ശ്രീനാരായണ ഗുരുവുമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുടിപ്പുല്ല് പിടിപ്പിക്കും എന്ന് പറഞ്ഞത് ആരാണ്? അയ്യങ്കാളിയാണ്. മറക്കരുത്. അത് LGS ലെവൽ ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുടിപ്പുല്ല് പിടിപ്പിക്കും എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാല് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടം. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചിത്രകൂടമാണ്. അയ്യങ്കാളി ഭവൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. മറക്കരുത്. അയ്യങ്കാളി ഭവൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ് VJT ഹാള് അല്ലെങ്കിൽ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാള്. അതുകൂടെ മറക്കരുത്. VJT ഹാൾ എന്ന് മാത്രം പഠിക്കരുത്. വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിന്റെ പുതിയ നാമം ചോദിച്ചു കഴിഞ്ഞാൽ അത് അയ്യങ്കാളി ഹോളം. ഇനി എവിടെയാണ് VJT ഹാൾ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ തിരുവനന്തപുരം ജില്ല. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. അദ്ദേഹത്തിന്റെ ജനനം ചോദിച്ചു കഴിഞ്ഞാൽ 1885 മെയ് മാസം 24-ാം തീയതി. പണ്ഡിറ്റ് KP കറുപ്പൻ ജനിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1885 മെയ് മാസം 24-ാം തീയതി. അദ്ദേഹത്തിന്റെ ജന്മദേശം ചോദിച്ചാൽ, പണ്ഡിറ്റ് KP കറുപ്പന്റെ ജന്മദേശം ചോദിച്ചാൽ ചേരനല്ലൂർ. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. പണ്ഡിറ്റ് KP കറുപ്പന്റെ ജന്മദേശം ചോദിച്ചാല് ചേരനല്ലൂർ. ജന്മഗ്രഹം സാഹിത്യ കുടീരം. ഇമ്പോർട്ടൻസ് അത്രയുമുണ്ട്.
പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ ജന്മഗ്രഹം ചോദിച്ചാൽ സാഹിത്യ കുടീരം. എന്താണ് സാഹിത്യ കുടീരം? ശങ്കരൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ശങ്കരൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനായിരുന്നു ചോദിച്ചാൽ അത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. കേരളത്തിന്റെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ, കേരളത്തിന്റെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. ഇവിടെ നിന്ന് PSC കേരള ലിങ്കൻ എന്ന് മാത്രം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതും ആര് തന്നെയാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. ഇനി അങ്ങനെ പറയുമ്പോൾ സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. എബ്രഹാം ലിങ്കൻ എന്ന് ചോദിച്ചാലും കേരളത്തിന്റെ ലിങ്കൻ ആരെന്ന് ചോദിച്ചാലും ഉത്തരം ആര് തന്നെയാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ തന്നെയാണ്. കവിതിലകൻ പട്ടം ലഭിച്ച നവോത്ഥാന നായകൻ. എന്താണ് കവിതിലകൻ പട്ടം ലഭിച്ച നവോത്ഥാന നായകനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. ഈ കവിതിലകം പട്ടം നൽകിയ രാജാവാരെന്ന് ചോദിച്ചാൽ കൊച്ചി മഹാരാജാവ്. മറക്കരുത്, പണ്ഡിറ്റ് കെ പി കറുപ്പന് കവിതിലകം പട്ടം നൽകിയ രാജാവാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊച്ചി മഹാരാജാവാണ്. സാഹിത്യ നിപുണൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ. കാരണം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, അത്രയും പുസ്തകങ്ങൾ ഉണ്ടായിരുന്നാണ് പണ്ഡിറ്റ് കെ പി കറുപ്പന്. അപ്പോ സാഹിത്യ നിപുണൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. ഇതും അദ്ദേഹത്തിന് നൽകിയത് കൊച്ചി മഹാരാജാവ് തന്നെയാണ്. അപ്പൊ കൊച്ചി മഹാരാജാവ് രണ്ടു പ്രധാനപ്പെട്ട പദവികൾ അദ്ദേഹത്തിന് നൽകിയിരുന്നു. ആരാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ നൽകിയിരുന്നു. ഒന്നാമത്തത് ആരാണ്? കവിതിലകൻ. അങ്ങനെ തന്നെ പഠിച്ചോളണം, നമ്മുടെ തിലകൻ എന്ന് പഠിച്ചിരുന്ന അത് എന്താണ്? കവിതിലകൻ. ആരായിരുന്നു? പണ്ഡിറ്റ് കെ പി കറുപ്പൻ. അതുപോലെ രണ്ടാമത് നൽകിയ എന്താണ്? സാഹിത്യ നിപുണൻ. വിദ്വാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പോയിന്റ് ആണ്. വിദ്വാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ആ പദവി നൽകിയതാരെന്ന് ചോദിച്ചാൽ കേരള വലിയ കോയി തമ്പുരാൻ. വിദ്വാൻ പദവി നൽകിയതാരെന്ന് ചോദിച്ചാല് KV എന്നങ്ങ് പഠിച്ചു വെച്ചോളണം, കേരള വലിയ കോയി തമ്പുരാൻ. അരയ സമാജ സ്ഥാപകൻ. പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ PSCയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചോദ്യമാണ് അരയ സമാജ സ്ഥാപകനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ഡിറ്റ് കെ പി കറുപ്പൻ. വർഷം 1907. ഇതേ 1907 തന്നെയാണ് അയ്യങ്കാളി എന്ത് സ്ഥാപിക്കുന്നത്? സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്ന വർഷം 1907 ആണ്. അരയ സമാജം സ്ഥാപിക്കുന്ന വർഷം പണ്ഡിറ്റ് കെ പി കറുപ്പൻ. അതും എത്രയാണ്? 1907 ആണ്. 1913 പ്രശസ്തമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച വ്യക്തി നമ്മുടെ പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. 1913 പ്രശസ്തമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച വ്യക്തി പണ്ഡിറ്റ് കെ പി കറുപ്പൻ. മറക്കരുത്, പണ്ഡിറ്റ് കെ പി കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗമായ വർഷം 1925. പണ്ഡിറ്റ് കെ പി കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗമായ വർഷം 1925. പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേരനല്ലൂർ. പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേരനല്ലൂരാണ്. എവിടെയാണ്? ചേരനല്ലൂരാണ്. ഇനി PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ പോയിന്റ്സ് ആണ് പറയാൻ പോകുന്നത്. ഒത്തിരി സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതുമാണ്. സാമുദായിക നവീകരണത്തിനായി പണ്ഡിറ്റ് കെ പി കറുപ്പൻ ആരംഭിച്ചതാണ് പ്രാദേശിക സഭകൾ എന്ന് പറയുന്ന കൂട്ടായ്മകൾ. ഈ കൂട്ടായ്മകൾ എല്ലാം PSC ചോദിച്ചിട്ടുണ്ട്. അവ ഏതെന്ന് നമുക്കൊന്ന് നോക്കാം. കല്യാണദായിനി സഭ ആരംഭിച്ചത് കൊടുങ്ങല്ലൂർ. ഒന്നുകൂടെ പറയാം, കല്യാണിദായിനി സഭ ആരംഭിച്ചത് എവിടെയാണ്? കൊടുങ്ങല്ലൂര്. സന്മാർഗ പ്രദീപ സഭ കുമ്പളം. സന്മാർഗ പ്രദീപ സഭ ആരംഭിച്ചത് കുമ്പളം. ജ്ഞാനോദയം സഭ ഇടക്കൊച്ചി. ജ്ഞാനോദയം സഭ ഇടക്കൊച്ചി. അരയ വംശോധരണി സഭ ഏങ്ങണ്ടിയൂര്. അരയ വംശോധരണി സഭ എവിടെയാണ്? ഏങ്ങണ്ടിയൂര്. വാലസമുദായ പരിഷ്കരണ സഭ തേവര. വാലസമുദായ പരിഷ്കരണീ സഭ എവിടെയാണ്? തേവര. പ്രബോധ ചന്ദ്രോദയ സഭ ആരംഭിച്ചത് വടക്കൻ പറവൂർ. പ്രബോധര ചന്ദ്രോദയ സഭ ആരംഭിച്ചത് വടക്കൻ പറവൂർ. സുധർമ്മ സൂര്യോദയ സഭ ആരംഭിച്ചത് തേവര. സുധർമ്മ സൂര്യോദയ സഭ ആരംഭിച്ചത് തേവര. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു കോഡിലൂടെ ഇവരെ അങ്ങ് പഠിച്ചു കളയാം. എല്ലാം കിട്ടിയില്ലെങ്കിലും നമുക്ക് കുറച്ചെങ്കിലും നമ്മുടെ മനസ്സിൽ നിൽക്കും. അതങ്ങ് പഠിച്ചു വെച്ചേക്കുക. കോഡ് ഇത്രയേ ഉള്ളൂ. കൊടുങ്ങല്ലൂർ കല്യാണത്തിന് കുമ്പളം കൊണ്ടുവന്ന പ്രദീപിനെ പറയിട്ടു ചന്ദ്രൻ സ്വീകരിച്ചു. ഇത് കണ്ട TV സുധർമ്മ ജ്ഞാനം കിട്ടാൻ കൊച്ചിയിലേക്ക് പോയി. കൂടെ പോവാൻ അരയൻ ഏങ്ങിക്കരഞ്ഞു. അല്പം പാടുള്ള കോഡാണ്, എന്നാലും പഠിച്ചു വെക്കുക. കൊടുങ്ങല്ലൂർ കല്യാണത്തിന് കുമ്പളം കൊണ്ടുവന്ന പ്രദീപിനെ പറയിട്ടു ചന്ദ്രൻ സ്വീകരിച്ചു. ഇത് കണ്ട TV സുധർമ്മ ജ്ഞാനം കിട്ടാൻ കൊച്ചിക്ക് പോയി. കൂടെ പോകാൻ അരയൻ എന്ത് ചെയ്തു? ഏങ്ങിക്കരഞ്ഞു. നമുക്ക് അവന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. കൊടുങ്ങല്ലൂർ കല്യാണ
നിർമ്മാണത്തിന് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂരും. കല്യാണദായിനി സഭ എവിടെയാണ്? കൊടുങ്ങല്ലൂരും. കുമ്പളം കൊണ്ടുവന്ന പ്രദീപിനെ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് സന്മാർഗ പ്രദീപ സഭ. സന്മാർഗ പ്രദീപ സഭ. അതിലെ പ്രദീപിനെ നമ്മൾ എന്താ പ്രദീപ് കൊണ്ടുവന്നത്? കുമ്പളമാണ് കൊണ്ടുവന്നത്. അപ്പോ സന്മാർഗ പ്രദീപ സഭ ആരംഭിച്ചത് എവിടെയാണ്? കുമ്പളത്ത്. പറയിട്ടു ചന്ദ്രൻ പ്രബോധ ചന്ദ്രോദയ സഭ. ചന്ദ്രൻ എന്തായിട്ടത്? പറയാണ്. അപ്പോ വടക്കൻ പറവൂര്. മറക്കരുത്. പറയിട്ടു ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ആരാണ്? പ്രബോധ ചന്ദ്രോദയ സഭയെ സൂചിപ്പിക്കുന്നു. ചന്ദ്രൻ എന്തായിട്ടത്? പറയാനിട്ടത്. അപ്പോ വടക്കൻ പറവൂര് സ്ഥലവും നമുക്ക് ലഭിച്ചേ. ഇനി ആരാണ്? ടി വി സുധർമ്മ. അതിൽ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേവര എന്നങ്ങ് പഠിക്കുക. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തേവര. വി എന്ന് പറഞ്ഞാൽ വാലസമുദായ പരിഷ്കരണ സഭ. വാലസമുദായ പരിഷ്കരണ സഭയാണ് വി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുധർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധർമ്മ സൂര്യോദയ സഭ. ഇത് എങ്ങനെ പഠിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാലസമുദായ പരിഷ്കരണ സഭയും സുധർമ്മ സൂര്യോദയ സഭയും എവിടെയാണ്? തേവര തന്നെയാണ്. ജ്ഞാനം കിട്ടാൻ കൊച്ചിക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനോദയ സഭ ഇടക്കൊച്ചി. മറക്കല്ലേ സുഹൃത്തുക്കളെ, ജ്ഞാനം കിട്ടാൻ കൊച്ചിക്ക് പോയി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജ്ഞാനോദയ സഭ ഇടക്കൊച്ചി. അരയൻ ഏങ്ങിക്കരഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അരയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരയ വംശോധരണി സഭ. ഏങ്ങിക്കരഞ്ഞു എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏങ്ങണ്ടിയൂര്. സ്ഥലവും കിട്ടിയേ. ഏങ്ങിക്കരഞ്ഞു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏങ്ങണ്ടിയൂരാണ്. അപ്പോ ഇത്രയും പോയിന്റ് സുഹൃത്തുക്കൾ ഓർക്കുക. പണ്ഡിറ്റ് കെ പി കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭ എന്ന് ചോദിച്ചാൽ കല്യാണദായിനി സഭ. വർഷം 1912. വർഷം കൂടി പഠിക്കുക. 1912 പണ്ഡിറ്റ് കെ പി കറുപ്പൻ ആദ്യമായിട്ട് ഒരു സഭ ആരംഭിക്കുന്നത്. അത് ഏതാണ്? കല്യാണദായിനി സഭയായിരുന്നു. കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ച വ്യക്തി പണ്ഡിറ്റ് കെ പി കറുപ്പൻ. വർഷം 1913. കൺഫ്യൂസിംഗ് ഫാക്ടർ ആണ്, മറക്കരുത്. പുലയ മഹാസഭ എന്ന് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചാത്തൻ മാസ്റ്ററിലേക്കോ അല്ലെങ്കിൽ അയ്യങ്കാളിയിലേക്കോ സുഹൃത്തുക്കൾ എടുത്ത് ചാടരുത്. ശ്രദ്ധിച്ചോളുക. കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ച വ്യക്തിയാരെന്ന് ചോദിച്ചാൽ പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. വർഷം 1913. പക്ക ഓപ്ഷനിൽ പി കെ ചാത്തൻ മാസ്റ്ററും അതുപോലെ തന്നെ അയ്യങ്കാളിയും കാണും. അതുകൊണ്ട് സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ പ്രധാന രചനകളെ പറ്റിയാണ്. ഇത്രയും രചനകളെങ്കിലും പണ്ഡിറ്റ് കെ പി കറുപ്പനുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ പഠിക്കേണ്ടതാണ്. കാരണം ഇവയെല്ലാം ഏതെങ്കിലും ഒരു PSC എക്സാമിന് ചോദിക്കാതെ ഇരുന്നിട്ടില്ല. ആദ്യമായി പഠിക്കേണ്ടത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 3 നാടകങ്ങളാണ്. ലങ്കാമർദ്ദനം. എന്താണ് നാടകത്തിന്റെ പേര്? ലങ്കാമർദ്ദനം. ബാലകലേശം. എന്താണ്? ബാലകലേശം. പഞ്ചവടി. എന്താണ്? പഞ്ചവടി. ഇങ്ങനെ 3 നാടകങ്ങൾ പണ്ഡിറ്റ് കെ പി കറുപ്പൻ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ അദ്ദേഹത്തിന് നമ്മൾ കവിതിലകൻ എന്നൊക്കെ പറയുന്നതിന് കാരണം? അദ്ദേഹത്തിന്റെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പറയുന്നത് ലങ്കാമർദ്ദനം, ബാലകലേശം, പഞ്ചവടി. ഇത് അദ്ദേഹത്തിന്റെ നാടകമാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സാഹിത്യ രചനകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചിത്രരേഖ, ജാതിക്കുമ്മി. 100-ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ രചന എന്ന് ചോദിച്ചാൽ ജാതിക്കുമ്മിയാണ്. ജാതി ലക്ഷണവും ജാതി മീമാംസയും ജാതി നിർണയവും എഴുതിയതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. കേരള PSC എന്നൊക്കെ ജാതിക്കുമ്മി ചോദിച്ചുകൊണ്ട് ഓപ്ഷനിൽ ആരെയും വെച്ചേക്കോടെ? ശ്രീനാരായണ ഗുരുവിനെയും വെച്ചേക്കും. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, നമ്മൾ തെറ്റിക്കുമെന്ന് PSCക്ക് അറിയാം. അതുകൊണ്ട് ഇപ്പോ തന്നെ അങ്ങ് പഠിച്ചു പോവുക. ജാതി കുമ്മി എഴുതിയതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ഡിറ്റ് കെ പി കറുപ്പൻ. എന്നാൽ ജാതി ലക്ഷണം, ജാതി മീമാംസ, ജാതി നിർണയം ഇവ എഴുതിയതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീനാരായണ ഗുരുസ്വാമിയാണ്. അത് സുഹൃത്തുക്കൾ ഒന്ന് ഓർക്കുക. ആചാരഭൂഷണം, ലളിതോപഹാരം, അരയ പ്രസക്തി, സ്വസ്ത്രമന്താരം, ഉദ്യാന വിരുന്ന്. ഉദ്യാന വിരുന്ന് പഠിക്കണേ. ഒന്നുകൂടി പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ പ്രധാന രചനകൾ പറയുവാണ്. ലങ്കാവർദ്ധനം, ബാലകലേശം, പഞ്ചവടി അദ്ദേഹത്തിന്റെ പ്രധാന നാടകങ്ങള്. സാഹിത്യ രചനകൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിത്രരേഖ, ജാതിക്കുമ്മി, ആചാരഭൂഷണം, ലളിതോപഹാരം, അരയ പ്രസക്തി, സ്വസ്ത്രമന്താരം, ഉദ്യാന വിരുന്ന്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക്, നമുക്ക് എല്ലാവർക്കും ഇത്രയും പോയിന്റ്സ് പഠിച്ചു വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇത് പഠിക്കുവാനായിട്ട് നമുക്കൊരു കോഡ് ഉണ്ടേ സുഹൃത്തുക്കൾ. ഇതങ്ങ് പഠിച്ചു വെക്കുക. അദ്ദേഹത്തിന്റെ 5 പുസ്തകങ്ങളെങ്കിലും നമുക്ക് ലഭിക്കും. അത് മതി. നമുക്ക് ഈ കോഡ് അങ്ങ് പഠിച്ചു വെക്കുക. പണ്ഡിത ബാലികയായ
ചിത്രയെ ആചാരത്തിനായി ലങ്കയിൽ വിരുന്നിനയച്ച ലളിതയെ അരയൻ വടികൊണ്ട് കുമ്മിത്തുള്ളി സ്വസ്ത്രം ചൊല്ലിച്ചു. ഇതങ്ങ് പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ സുഹൃത്തുക്കൾക്ക്? ഒരു 5-6 തവണ സുഹൃത്തുക്കൾ റിപ്പീറ്റ് ചെയ്ത് എഴുതി പഠിക്കുക. കോഡ് പണ്ഡിറ്റ് KP കറുപ്പന്റെ എല്ലാ പുസ്തകങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പണ്ഡിത ബാലികയായ ചിത്രയെ ആചാരത്തിനായി ലങ്കയിൽ വിരുന്നിനയച്ച ലളിതയെ അരയൻ വടികൊണ്ട് കുമ്മിത്തുള്ളി സ്തോത്രം ചൊല്ലിച്ചു. ഇതങ്ങ് പഠിച്ചു വെക്കുക. നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. പണ്ഡിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിറ്റ് KP കറുപ്പനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പണ്ഡിത എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ഡിറ്റ് KP കറുപ്പനെയാണ്. ബാലിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലകലേശം, മറക്കരുത്. ബാലിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാലകലേശം. ചിത്രയെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിത്രരേഖ, ചിത്രയെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിത്രരേഖ. ആചാര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആചാരഭൂഷണം, ആചാര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആചാരഭൂഷണം. ലങ്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലങ്കാമർദ്ദനം, ലങ്ക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലങ്കാമർദ്ദനം. വിരുന്ന് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദ്യാന വിരുന്ന്, വിരുന്ന് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദ്യാന വിരുന്ന്. ലളിത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലളിതോപഹാരം, ലളിത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലളിതോപഹാരം. അരയൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അരയ പ്രസക്തി, അരയൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അരയ പ്രസക്തി. വടി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഞ്ചവടിയും, വടി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഞ്ചവടിയും. കുമ്മി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ജാതി കുമ്മി, കുമ്മി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാതി കുമ്മി. സ്തോത്രം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് സ്ത്രോത്രമന്താരം, മറക്കരുത്. സ്ത്രോത്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രോത്രമന്താരം. കോഡ് ഒന്നുകൂടി പറയാം. പണ്ഡിത ബാലികയായ ചിത്രയെ ആചാരത്തിനായി ലങ്കയിൽ വിരുന്നിനയച്ച ലളിതയെ അരയൻ വടികൊണ്ട് കുമ്മിത്തുള്ളി സ്തോത്രം ചൊല്ലിച്ചു. ഇത്രയും അങ്ങ് പഠിച്ചു വെക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പൊയ്കയിൽ യോഹന്നാൻ. ആരെ പറ്റിയാണ്? പൊയ്കയിൽ യോഹന്നാൻ. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായിരുന്നു ഇരവിപേരൂർ. ജന്മസ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ഇരവിപേരൂർ. പൊയ്കയിൽ യോഹന്നാന്റെ ജന്മസ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ഇരവിപേരൂർ. പൊയ്കയിൽ യോഹന്നാൻ അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകളായിരുന്നു കുമാരൻ എന്നും കുമാരൻ എന്നും കുമാര ഗുരുദേവൻ എന്നും അറിയപ്പെട്ടിരുന്നത് പൊയ്കയിൽ യോഹന്നാൻ. പണ്ട് കാലത്ത് കുമാരൻ എന്നും അല്ലെങ്കിൽ കുമാരൻ എന്നും അല്ലെങ്കിൽ കുമാര ഗുരുദേവൻ എന്നും അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കൾ ഓർക്കുക, അത് പൊയ്കയിൽ യോഹന്നാനായി. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് പൊയ്കയിൽ യോഹന്നാൻ. അത് LGS ലെവൽ ക്വസ്റ്റ്യൻ ആണ്. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് പൊയ്കയിൽ യോഹന്നാനാണ്. ഓപ്ഷനിൽ കുമാര ഗുരുദേവൻ എന്നും PSC ചോദിച്ചിട്ടുണ്ട്. അതും ഉത്തരം ശരി തന്നെയാണ്. കാരണം രണ്ടുപേരും ഒരാളാണ്. വർഷം 1909. വർഷം ചോദിച്ചാല് 1909. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂർ. ഇതാണ് LGS പഠിക്കുന്ന സുഹൃത്തുക്കൾ പഠിച്ചോളെ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഇരവിപേരൂർ. എവിടെയാണ്? ഇരവിപേരൂർ. അടിലഹള എന്ന പ്രക്ഷോഭങ്ങൾ നടത്തിയ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ. അടിലഹള എന്ന പ്രക്ഷോഭങ്ങൾക്ക് പിന്നിലെ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്, അത് പൊയ്കയിൽ യോഹന്നാനാണ്. 1921, 1931 കാലഘട്ടങ്ങളിൽ ശ്രീമൂലം പ്രചാര സഭയുടെ അംഗമായിരുന്നു. ഇവിടെ പഠിക്കേണ്ട 2 പോയിന്റുകളുണ്ട് സുഹൃത്തുക്കൾ, വ്യക്തമായി തന്നെ പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. സർക്കാർ അനുമതിയോടെ അയിത്തജാതിക്കാർക്ക് തിരുവിതാംകൂറിൽ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ച വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അത് പൊയ്കയിൽ യോഹന്നാൻ. സർക്കാർ അനുമതിയോടുകൂടി അയിത്തജാതിക്കാർക്ക് തിരുവിതാംകൂറിൽ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ച വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അത് പൊയ്കയിൽ യോഹന്നാൻ. ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആദ്യത്തെ എയ്ഡഡ് സ്കൂൾ സ്ഥാപിച്ച വ്യക്തി പൊയ്കയിൽ യോഹന്നാൻ. മറക്കരുത്, ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആദ്യത്തെ എയ്ഡഡ് സ്കൂൾ സ്ഥാപിച്ച വ്യക്തിയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാന്റെ പ്രധാനപ്പെട്ട കവിതാ സമാഹാരമാണ് രത്നമണികൾ. പൊയ്കയിൽ യോഹന്നാന്റെ പ്രധാനപ്പെട്ട കവിതാ സമാഹാരം ചോദിച്ചു കഴിഞ്ഞാൽ രത്നമണികൾ. പൊയ്കയിൽ യോഹന്നാന്റെ കവിതാ സമാഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രത്നമണികളാണ്.